നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പുലിക്കർ കുറിച്ച്. ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് ജ്യോതിഷശാസ്ത്രത്തിൻ്റെ ആദ്യ പ്രമാണം. ഓം നമ ശിവായ. ഗുരുവായ ശിവന് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ടാണ് ജ്യോതിഷശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്, അല്ലെ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യനാണ്. പക്ഷേ സുബ്രഹ്മണ്യൻ്റെ ഒരു പ്രവൃത്തിയിൽ ദേഷ്യപ്പെട്ട് ശിവന്റെ ഒരു ശാപമുണ്ടായിരുന്നു. അങ്ങനെയാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാതിരിക്കട്ടെ, അതിൽ ഒരു 80-90% മാത്രം വിജയിക്കും എന്ന് ഒരു ശാപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100 ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില കാര്യങ്ങളെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. അത് ഗുരുവായ പരമശിവന്റെ ശാപം മൂലമാണ്. പക്ഷെ അതിനെ മറികടക്കാൻ 1000 വഴികൾ സുബ്രഹ്മണ്യൻ ജ്യോതിശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കാലാതീതമായിട്ട് ജ്യോതിശാസ്ത്രം ഇന്ന് എല്ലാ ജനമനസ്സുകളിലും നിലനിൽക്കുന്നത്. ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള എല്ലാ മനുഷ്യർക്കും അനുഭവിക്കുന്ന പല കാര്യങ്ങളും, പ്രശ്നങ്ങളും, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുമൊക്കെ തന്നെ അവരെ ജ്യോതിശാസ്ത്രത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും, എങ്ങനെയെല്ലാം പ്രവർത്തിച്ചാലും പരാജയപ്പെടുന്ന ഒരു ലോകം, അവരുടേതായിട്ട് മാത്രമുള്ള ഒരു ലോകം ഈ ഭൂമിയിലുണ്ട്. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ജീവിതത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ജ്യോതിഷ ശാസ്ത്രത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഞാൻ 44 കൊല്ലമായിട്ട് ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായിട്ട് 500 വർഷത്തോളം പഴക്കമുള്ള ഒരു കുടുംബമാണ് മുട്ടിശ്ശേരി തറവാട്. ഇപ്പോഴും 300ഓളം ജ്യോത്സ്യന്മാർ നിറഞ്ഞു നിൽക്കുന്ന വളരെ ബൃഹത്തായ ഒരു പാരമ്പര്യ കുടുംബാംഗമാണ് ഞാൻ എന്നതിൽ എനിക്ക് അഭിമാനം തന്നെയാണ്. അതിൽ പലരും ഉത്തമമായിട്ടുള്ള ജ്യോതിശാസ്ത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. മധ്യമ അധമ കർമ്മങ്ങളിലൂടെയാണ് എൻ്റെ യാത്ര. അതിനുവേണ്ടി നിരവധി ഗുരുക്കന്മാർ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനടക്കമുള്ള എൻ്റെ നിരവധി ഗുരുക്കന്മാർ ഇന്നും ഉത്തമമായിട്ടുള്ള ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. മധ്യമ അധമ മാർഗത്തിലൂടെയുള്ള കർമ്മങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ഉത്തമ കർമ്മത്തിന് അതിൻ്റെതായ സമയമെടുക്കും. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുള്ള ഒരവസ്ഥയാണ് അക്കാര്യത്തിനുള്ളത്. കാരണം ഒരുപാട് സമയമെടുത്തായിരിക്കും ആ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് പക്ഷേ ഈ ലോകത്ത് ആവശ്യം എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണം. ഇപ്പോൾ ഒരു കാമുകി നഷ്ടപ്പെട്ടു, അല്ലെ ഒരു കാമുകൻ നഷ്ടപ്പെട്ടു, ആ ലോസ്റ്റ് ലവിനെ തിരിച്ചു കൊണ്ടുവരണം. അത് വർഷങ്ങളെടുത്താണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ആ സത്യം ചിലപ്പോൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോഴേക്കും നമുക്ക് ആ ബന്ധം വേണ്ട എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ മാറും. അങ്ങനെ നിരന്തരം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ജ്യോതിഷശാസ്ത്രത്തിൻ്റെയും ഗൂഢോത്രത്തിൻ്റെയും ആഭിചാര കർമ്മങ്ങളുടെയും എല്ലാം പ്രസക്തി. അത് പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ തരുമ്പോൾ, അതിന് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടിൻ്റെ വേഗത നമ്മളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള ഭൂരിപക്ഷം ജ്യോതിഷ പണ്ഡിതരും മധ്യമാധമ കർമ്മങ്ങളിലേക്ക് തങ്ങളുടെ കർമ്മങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. പലരും ഇപ്പോൾ ആവണിക്കാടും കാനാടി മഠവും ഒക്കെ തന്നെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടേതെല്ലാം ഉത്തമമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, മധ്യമാധമ കർമ്മങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ആ അറിവുകൾ ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും വിഷ്ണുമായ കുട്ടിച്ചത്തൻ സ്വാമിയുടെ ഇത്തരം മഠങ്ങളിലേക്ക് പോയിട്ട് നിരവധി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മധ്യമാധമ കർമ്മങ്ങളിൽ പെടുന്നതാണ് മാരൻ കർമ്മ, ദ്വേഷൻ കർമ്മ, സ്തംഭൻ കർമ്മ, വശീകരൻ കർമ്മ, ശാന്തി കർമ്മ. 6 വിഭാഗത്തിലുള്ള ഈ കർമ്മങ്ങൾ അത്
ആഭിചാര കർമ്മങ്ങളിലുള്ളതാണ്. അതിനെ നല്ല രീതിയിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഗുണമുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ശാസ്ത്രത്തെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും ആകുലതകളും എല്ലാം തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശക്തിയും സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ അനുഭവിച്ചറിയുമ്പോൾ ആ ഒരു കാര്യങ്ങളുടെ വേഗത നമ്മുടെ ഉപാസനാമൂർത്തികൾ കർമ്മങ്ങളിലൂടെ അനുഗ്രഹങ്ങളിലൂടെ അവർക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്ക് സംതൃപ്തി തോന്നുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇത്തരം അറിവുകൾ ജ്യോതിശാസ്ത്രത്തിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാതെ പലരും ജീവിക്കുന്നുണ്ട്. അത്തരക്കാർക്ക് അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇത്തരം നിരവധി അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്, അദൃശ്യ ശക്തികൾ ഈ ലോകത്തുണ്ട്. അജ്ഞാതമായിട്ടുള്ള ആ ശക്തി സ്രോതസ്സിനെ മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉയർച്ചയും അനുഗ്രഹങ്ങളും കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.